അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വസ്റ്റ്യൻ ആൻസർ. ജീവികളുടെ പേരുള്ള 6 സൂറത്തുകൾ. ആൻസർ: 1 അൽ ബഖറ, പശു, സൂറത്ത് രണ്ടാമത്തെ സൂറത്ത്. അടുത്തത് അൽ അൻആം, ജീവികളുടെ പേര് ഒട്ടകം, പശു, ആട്. സൂറത്ത് 6. മൂന്നാമതായി അന്നഹൽ, തേനീച്ച, സൂറത്ത് 16. നാലാമത് അന്നംല്, ഉറുമ്പ്, സൂറത്ത് 27. അഞ്ചാമത്തത് അൻകബൂത്ത്, 8 കാലി, സൂറത്ത് 29 പറയുന്നു. ആറാമത് അൽഫീൽ, ആന, സൂറത്ത് 105 പറയും. മറ്റൊരു ക്വസ്റ്റ്യൻ. തേനീച്ചകൾക്ക് അല്ലാഹു 3 സ്ഥലങ്ങളിൽ കൂടുകെട്ടുവാൻ ഖുർആനിൽ പറഞ്ഞിരുന്നു. അത് ഖുർആനിൽ ഏത് ആയത്തിലും സൂറത്തിലുമാണ്? ഖുർആനിൽ തേനിനെപ്പറ്റി എന്താണ് പറയുന്നത്? ആൻസർ: മലകൾ, മരങ്ങൾ, മനുഷ്യൻ നിർമ്മിക്കുന്ന തേൻകൂടുകൾ. ഇതിലാണ് തേനീച്ചകൾ ഈ 3 സ്ഥലങ്ങളിലാണ് കൂടുകെട്ടുവാൻ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഖുർആനിൽ 16-ാമത്തെ സൂറത്ത് 68-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഈച്ചകളെപ്പറ്റി ഖുർആനിൽ പറയുന്നത്: ഈച്ചകളുടെ ഉള്ളറകളിൽ നിന്ന് വർണ്ണവൈവിധ്യമുള്ള ഒരു പാനീയം സ്രവിക്കുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശാന്തി ഉണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. 16-ാമത്തെ സൂറത്ത് 69 ആയത്. അടുത്ത ക്വസ്റ്റ്യൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ നിരസിച്ചവർ ഖിയാമത്തു നാളിൽ എങ്ങനെയാണ് ഖബറിൽ നിന്ന് പുറത്തു വരുക? ഇത് പറയുന്ന ആയത്ത് ഏതാണ്? മറ്റൊന്ന്, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ നിരസിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടക്കാർക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് പല ജീവികളുടെ ഉദരങ്ങൾ പരീക്ഷണമായി അയച്ചിരുന്നു എന്ന് ഖുർആനിൽ പറയുന്നു. ഏത് കൂട്ടക്കാർക്ക് ഏതേത് ജീവികളെയാണ് അല്ലാഹു പരീക്ഷണമായി അയച്ചത്? ഇൻഷാ അല്ലാഹ്